സാങ്കേതിക സർവകലാശാല മുൻ വിസി ഡോക്ടർ സിസ തോമസിനെതിരായുള്ള സർക്കാരിന്റെ അപ്പീലിൽ സുപ്രീം കോടതിയിൽ റിവിഷൻ ഹർജി നൽകുമെന്ന് മന്ത്രി നിയമസഭയിൽ. അതേസമയം പെൻഷൻ ആനുകൂല്യങ്ങൾ പലിശ സഹിതം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഹർജി ഫയൽ ചെയ്യുവാനുള്ള നീക്കത്തിലാണ് ഡോക്ടർ സിസ തോമസ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സിസ തോമസ് സർക്കാർ അനുമതി കൂടാതെ ചാൻസലറായ ഗവർണറുടെ ഉത്തരവനുസരിച്ച് സാങ്കേതിക സർവകലാശാല വിസിയുടെ അധിക ചുമതല ഏറ്റെടുത്തതാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. ഡോക്ടർ സിസ തോമസിനെതിരെ സർക്കാർ കൈക്കൊണ്ട അച്ചടക്ക നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. എങ്കിലും അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീൽ ഫയലിൽ സ്വീകരിക്കാതെ തള്ളിയതിനെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകാൻ അഡ്വക്കേറ്റ് ജനറലിന് 2024 മാർച്ച് 5 നിർദ്ദേശം നൽകിയതായി മന്ത്രി നിയമസഭയെ അറിയിച്ചു. CR മഹേഷ് MLA നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് മന്ത്രി മറുപടി നൽകിയത്. ഈ സാഹചര്യത്തിൽ റിവ്യൂ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന വിഷയം പരിശോധിക്കുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. 2023 മാർച്ച് 31 സിസ തോമസ് റിട്ടയർ ചെയ്തത്. പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകിയിട്ടില്ല. ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സിസ തോമസ് ചാൻസലറായി ചുമതലയേറ്റത്. ഗവർണറുടെ നടപടി ശരിവെച്ചുകൊണ്ടും സർക്കാർ കൈക്കൊണ്ട ശിക്ഷാ നടപടികൾ റദ്ദാക്കിക്കൊണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത SLP ഫയലിൽ സ്വീകരിച്ചില്ല. ഫയൽ സ്വീകരിക്കാത്ത നടപടിക്കെതിരെയാണ് സർക്കാർ റിവ്യൂ പോകുന്നത്. ഇതിനുള്ള നടപടിക്ക് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ട് 3 മാസം പിന്നിട്ടിട്ടും യാതൊരു മേൽനടപടികളും കൈക്കൊണ്ടിട്ടില്ല. മന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഗവർണറുടെ ഉത്തരവ് അനുസരിച്ചതിന്റെ പേരിൽ തന്നെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ഡോക്ടർ സിസ തോമസ് നിയമയുദ്ധം തുടരുകയാണ്. പെൻഷൻ ആനുകൂല്യങ്ങൾ പലിശ സഹിതം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഹർജി ഫയൽ ചെയ്യുവാനുള്ള നീക്കത്തിലാണ് ഡോക്ടർ സിസ തോമസ് എന്നറിയുന്നു.